സ്കോളർഷിപ്പ് കഴിഞ്ഞ ഒരു 7 കോഴ്സ് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് അറിയാമോ? ഇതിനൊക്കെ എത്ര ഫീസ് ആവുന്ന അറിയോ? പേടിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. ചെയ്യേണ്ട 7 കോഴ്സസ് എന്ന് പറഞ്ഞാൽ PSERB, AFF, MFA, GMDSS, ROC, ARPA and ECDIS. ഞാൻ ചെയ്ത കോളേജസിന്റെയും അവിടുത്തെ ഫീസും വെച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്രോക്സിമേറ്റ് കോസ്റ്റ്. PSERBയും AFFും ചെയ്തത് പോണ്ടിച്ചേരി മാരിടൈം അക്കാഡമിയിലാണ്. ഒരു കോഴ്സിന് 4,705, അതാണ് ഒരു കോഴ്സിന്റെ ഫീസ്. രണ്ടും ഒരു അപ്രോക്സിമേറ്റ് 9,000 എബവ് വരും. സ്റ്റേക്ക് ഒരു 3,000, ഫുഡിന് ഒരു 3,000, പിന്നെ ട്രാവൽ എക്സ്പെൻസ് ഒരു 3,000. അപ്പം ടോട്ടലി എനിക്ക് ആയത് ഒരു 18,400 റുപ്പീസ് ആണ് ആയത്, ഒരു 18,400 രൂപ. MFA ഞാൻ ചെയ്തത് യൂറോടെക് മാരിടൈം അക്കാഡമി കൊച്ചി എന്നാണ് MFA ചെയ്തത്. അവിടുത്തെ കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞാൽ 6,500 രൂപയാണ്. ഫുഡ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഞാൻ സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ പോയി വരുവാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്കൊരു ട്രാവൽ എക്സ്പെൻസ് ഒരു 1,000 റുപ്പീസും കൂടെ, അപ്പം ടോട്ടൽ ഒരു 7,500 റുപ്പീസ് ആയത്. GMDSന് കുറച്ച് കോസ്റ്റ് ആവും കേട്ടോ. ഞാൻ ചെയ്തത് HIMT ചെന്നൈ എന്നാണ്. കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞാൽ 27,900, 28,000 അടുത്താവും കോഴ്സ് ഫീസ്. PSERB, AFF ഡ്യൂറേഷൻ വരുന്നത് 10 days ആണ്. MFA ഡ്യൂറേഷൻ വരുന്നത് 4 days ആണ്. GMDSന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 18 days ആണ് ഡ്യൂറേഷൻ വരുന്നത്. സ്റ്റേക്ക് ഒരു 6,500ഉം ഒരു ഫുഡിന് ഒരു 9,000 റുപ്പീസും അപ്രോക്സ് ആയി. ഇപ്പൊ മൊത്തത്തില് ഒരു 42,400 റുപ്പീസ്. അത് മാത്രമല്ല എക്സാം ഫീസ് ഉണ്ട് 8,500. പിന്നെ സർട്ടിഫിക്കറ്റിന് വേണ്ടി പൈസ എക്സ്ട്രാ കൊടുക്കണം, അതിനൊരു 15,000 റുപ്പീസ് ആവും അൺലിമിറ്റഡ് വാലിഡിറ്റിക്ക് വേണ്ടി. പിന്നെ ഒരു 3,000 റുപ്പീസ് എൻഡോഴ്സ്മെന്റ് ചെയ്യാൻ MMDയിൽ. അപ്പൊ മൊത്തത്തില് GMDSന് ആവുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ 62,000 റുപ്പീസ് ആവും GMDSSന്. പിന്നെ അടുത്തത് ROC, ARPA and ECDIS. ഞാൻ ചെയ്തത് TS റഹ്മാൻ എന്നാണ്, മുംബൈയിൽ നിന്ന്. മൂന്നിനും കൂടെ ആവുന്നത് 25,500 റുപ്പീസ്. 20 ദിവസമാണ് മൂന്നിന്റെയും കൂടെ ഡ്യൂറേഷൻ വരുന്നത്. അപ്പം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവിടെ അവൈലബിൾ ആണ്. രണ്ടിനും കൂടെ 6,000 റുപ്പീസ്. ടോട്ടൽ ഒരു 35,500 റുപ്പീസ് അത്രയാണ് ആവുന്നത്. 7 കോഴ്സിനൂടെ ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് ഒരു 1,20,000 റുപ്പീസ് അത്രയാണ്. പഠിച്ചവർക്കാണ് ഇതിന്റെ കൂടെ ഫംഗ്ഷൻ കോഴ്സ്, ഒരു 4 month ഫംഗ്ഷൻ കോഴ്സും കൂടെ എക്സ്ട്രാ വരും. നമ്മുടെ കേരളഷിപ്പിൽ ഒരു $500 സാലറി കിട്ടും. അപ്പൊ നമ്മൾ അത് ഫുള്ള് ചെലവാക്കാണ്ട് നമ്മൾ അത് സേവ് ചെയ്യണം എക്സാംസിന് വേണ്ടി. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലോൺ എടുത്തവരാണെങ്കിൽ കോഴ്സ് ചെയ്ത് കഴിഞ്ഞ് ഒരു 1 year ഗ്യാപ്പ് മിക്ക ബാങ്കുകാരും തരുന്നുണ്ട്. കുറച്ചൊരു ടൈം വേണമെങ്കിൽ നമ്മളത് എക്സ്റ്റൻഷൻ ചോദിക്കണം. ഒരു 1 year ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് തരാറുണ്ട്. സ്കോളർഷിപ്പ് കിട്ടുന്ന പൈസ നമ്മൾ കുറച്ച് സേവ് ചെയ്ത് വെക്കണം, ഈ എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കാനും കോഴ്സ് ഫീസിനും വേണ്ടി. സോ വരുന്നത് പിന്നെ MMDയുടെ എക്സാംസിന് ഓരോ ഫംഗ്ഷനും 1,000 രൂപ വെച്ചാണ്. അപ്പം 6 റിട്ടേൺസും കൂടെ 3 ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത്. 3 ഫംഗ്ഷന് 3,000, പിന്നെ 3 ഓറൽസിനും 3,000. അപ്പം ടോട്ടൽ 6,000 റുപ്പീസ് സെക്കൻഡ് മൈറ്റ് എക്സാംസിനും ആവും. അപ്പൊ ഇതാണ് ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഒരു അപ്രോക്സിമേറ്റ് ഇത്രയാവും